നമ്മളൊക്കെ താമസിക്കുന്നത് പ്രബുദ്ധ കേരളത്തിലാണെന്ന് പറയുന്നത്. ആരോഗ്യപരമായിട്ട് നമ്പർ 1 ആണ് കേരളം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള കേരളത്തിലാണ് ഇന്നൊരു പിഞ്ചു കുഞ്ഞിൻ്റെ കൈക്ക് പകരം നാവിന് സർജറി ചെയ്തിരിക്കുന്നത്. നമ്മളെപ്പോലെയുള്ള ഓരോ സാധാരണ ജനങ്ങളും ആശ്രയിക്കുന്നത് മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുമാണ്. അവിടെ നമ്മൾ ഡോക്ടർമാരെ വിശ്വസിച്ച് അവരുടെ അതോറിറ്റി വിശ്വസിച്ചിട്ടാണ് ഓരോ ആൾക്കാരും അവിടെ ചികിത്സ തേടി പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ജീവന് അവർ ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണക്കാരൻ്റെ ജീവന് ഒരു വിലയും അവർ നൽകുന്നില്ല. എന്നും അവിടുന്ന് കേൾക്കുന്ന കാര്യങ്ങൾ പേടിപ്പെടുത്തുന്നതാണ്. ആശുപത്രി ടേബിളിൽ മയങ്ങിക്കിടക്കുന്ന സ്ത്രീയെ അവിടുത്തെ ജീവനക്കാർ മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുക, മറ്റൊരു സ്ത്രീയെ വയറിനകത്ത് സിസർ വെച്ച് മറന്നു പോവുക, മറ്റൊരു കുഞ്ഞിന് സർജറി ചെയ്യാൻ ലേറ്റായിട്ട് അതിൻ്റെ കൈ വെട്ടിമാറ്റപ്പെടേണ്ടി വരിക. അപ്പോൾ നമ്മുടെ പോലത്തെ സാധാരണക്കാരൻ്റെ ജീവന് യാതൊരു വിലയും ഇവർ കൽപ്പിക്കുന്നില്ലേ? ഭരണഘടന പ്രകാരം ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്ന മൗലിക അവകാശമാണ് ഓരോ പൗരൻ്റെയും ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്നത്.